അല്ല, രാത്രിയും പകൽ ഇവിടെ തന്നെ കാവല് വേണമെന്നാ സേതു സാറ്. ഓ, ഒരു പട്ടിപ്പൂട്ട ഇല്ലല്ലോ ഇവിടെ വിളിക്കാക്കാന്. எங்கிருந்தோ வந்தான் இடை சாத்தினான் என்றான். எங்கிருந்தோ வந்தான் இடை சாத்தினான் என்றான். இவனை யான் പഠിക്കാതെ മേதை ബാലമുരുകൻ തിയേറ്ററിൽ കണ്ട പടം പണ്ട് രാജാക്കാട്ടിരിക്കുമ്പോ അവിടെ നിന്നാ ബന്ധം തുടങ്ങുന്നത് സേതുവിന്റെ അച്ഛൻ നാരായണൻ നായരുമായിട്ട്. അവിടെ നിന്നാ കാട് കയറുന്നത് ആദ്യം കഞ്ചാവ് തോട്ടം തുടങ്ങാൻ. അവിടെ ഇരിക്കുമ്പോഴാ ഡിപ്പാർട്ട്മെന്റ് ജീപ്പിൽ ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തിയതിന് കേസ്. സർവീസ് നിന്ന് ടെർമിനേഷൻ സബ് ഇൻസ്പെക്ടർ വട്ടക്കാലിൽ പുരുഷോത്തമൻ പിള്ള അധ്യക്ഷൻ. മുസ്തഫ സർ, കഴിഞ്ഞ 2-2.5 മണിക്കൂറിൽ പഴയത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു നിർമ്മല ജോൺ. ഉന്നമ്പാറ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അപ്പിച്ചായി സ്പോൺസർ ചെയ്ത് നഴ്സിംഗ് പഠിച്ച കാലം മുതൽക്ക് അതിമനോഹരമായ അപൂർവ പ്രണയ കഥ. അപ്പിച്ചായിക്ക് ഇഷ്ടപ്പെട്ട തമിഴ് പാട്ടുകൾ, ഇഷ്ടഭക്ഷണം, ഡ്രിങ്ക്, സമ്പ്രദായങ്ങൾ, ദേഷ്യം വരുന്നത് എപ്പോ എങ്ങനെ. ചട്ടപ്രകാരം ശരിയല്ല എങ്കിലും ഒരടി പൊട്ടിക്കേണ്ടി വന്നു കുറിപ്പിന്. ഒന്ന് തുടങ്ങിക്കിട്ടെ. സോറി. മരിച്ചു കിടക്കുമ്പോ കൃത്യം ദായി ഇവിടെ കമ്പളികണ്ഠൻ ജോസ് ആരോ അടിച്ചിട്ട് സ്റ്റിച്ചിട്ട മുറിവ്, ലാത്തി, ക്ലബ്, വെറും വാക്കിംഗ് സ്റ്റിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഗരുഡൻ കെട്ടിയ വടി, എന്തുമാവാം. പഴയ കഥകളെ പറഞ്ഞിട്ടുള്ളൂ നിർമ്മല. കമ്പളികണ്ഠൻ ജോസ് മുതല് വത്സമ്മ, കുട്ടികൾ, രാജാക്കാട് ചെല്ലപ്പ, വിനയൻ ലൈറ്റ്സിലെ രമാബഹൻ, കടന്നിട്ടുള്ള ഇതിലേക്കൊന്നും. ജലപാലൻ എന്റെ കസ്റ്റഡിയിൽ ഒരു ഉത്തരക്കടലാസ് പൂരിപ്പിക്കുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ. സ്റ്റേറ്റ്മെന്റ്സ് ഒപ്പിടുന്നത് ഒരുമിച്ചാകാം 3 പേർക്കും. പോവാം. നിയമം ഒരുപാട് തെറ്റിച്ചിട്ടുണ്ടെങ്കിലും വകുപ്പ് മറന്നിട്ടില്ല പഴയ പോലീസ് ഏമാൻ അല്ലേ? മാപ്പ് സാക്ഷിയാകാൻ നിർമ്മല ജോണിന് മനസ്സുണ്ട്. പ്രായം പരിഗണിച്ച് കോടതി ചിലപ്പോ ഒരു അയവ് കാട്ടും മാപ്പ് സാക്ഷിക്ക്. തീരുമാനിക്കാൻ കൃത്യം 1 ദിവസം എന്റെ വക. ശിലാദൃഢമായ വൃദ്ധന്റെ മനസ്സ് അലിയിച്ച് ജലഭാഗമാക്കി തരാമെന്ന് ഈ അകാല ദൗർബല്യം വാക്ക് പറയുമ്പോ ഞാനത് മുഖവിലേക്ക് സ്വീകരിക്കുന്നു. 24 മണിക്കൂർ. കുറുപ്പേ. അല്ല സാർ, ഇങ്ങനെ വിട്ടേച്ചു പോയാലേ? അച്ഛന്റെ പ്രായം കാണില്ലേ കുറുപ്പേ, ചിലപ്പോ മനസ്സ് മാറിയാലോ. അല്ലേ പിച്ചേ? കുറുപ്പേ വാ. രാമഭദ്രക്കുറുപ്പ്. അപ്പിച്ചായിക്ക് നരി കൊടുത്തത് 24 മണിക്കൂർ. അതിൽ ഇനിയിപ്പോ എത്ര മണിക്കൂറുണ്ട് കുറുപ്പുന്നവരെ ശിഷ്ടം? അതെ, ഇന്നത്തെ ഈ ഒറ്റ രാത്രി നീക്കിയിരിപ്പ്. അതിനു മുമ്പ് കൊമ്പ് കുത്താൻ മനസ്സ് പാകപ്പെടണം, പാകപ്പെടുത്തണം അപ്പിച്ചായി. അങ്ങനെ കുറുപ്പിന് എത്ര വിലയിടുന്നു കുറുപ്പ്? അയ്യോ, അതിപ്പം ഇഷ്ടം. ഇഷ്ടം. ഹെലൻ തിരിച്ചു വിളിച്ചില്ല. അഗസ്റ്റസ്, മൈക്കൽ ആരും വിളിച്ചില്ല. Then I smell trouble. ഗോവയിൽ എന്തൊക്കെയോ കുഴഞ്ഞു മറിയുന്നു.
ആവാം. യെസ്, ഐ സ്മെൽ ട്രബിൾ. അപ്പച്ചായി, എത്ര വയസ്സ് കാണും അപ്പിച്ചായിക്ക് നിന്റെ ഓർമ്മയില്? 68, 70? ടു ഓൾഡ്. കഷ്ടം, കഷ്ടം. വിളിച്ചോ? എടുക്കുന്നില്ല. വിളിക്കാന് ഒന്ന് ഉടുപ്പിക്ക. അങ്ങോട്ട് എന്ന് കാണാൻ ചേരൂടെ. ചിങ്കാരവേല ഓ, ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇപ്പോ സേതുവിന്റെ മനസ്സിൽ. ഏറ്റവും ഇഷ്ടം ആരോടാ സേതുവിന് എന്ന്? ഉത്തരവും മനസ്സ് തന്നെ പറയുന്നു. കൊച്ചുനാൾ മുതൽ ഏറ്റവും ഇഷ്ടം സുഭദ്രയെ. അത് കഴിഞ്ഞാൽ അത്ര തന്നെ അപ്പിച്ചായെ. അതിന് താഴെ സേതുവിനെ. പക്ഷേ വിശ്വാസമില്ല സേതുവിന്, സേതുവിന്റെ മനസ്സിന്. മനസ്സ് ചിലപ്പോ മനഃപൂർവ്വം കള്ളം പറയും, കബളിപ്പിക്കും അല്ലേ? ആരെയാ ഇഷ്ടം ഏറ്റവും അപ്പിച്ചായിക്ക് ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ? എന്നെ, സുഭദ്രേ, അതോ ഈ ഇവരെയോ? കള്ളം. പിത്തളപ്പിടിയിട്ട ഈ സ്മിത്ത് ആൻഡ് വെസൻ എന്റെ കൊച്ചുകയിൽ ആദ്യം എടുത്ത് പിടിപ്പിച്ചു തന്നത് എനിക്ക് 8 വയസ്സുള്ളപ്പോ. വെടിവെച്ചിട്ട് ഉരുവിന്റെ ചോര ചൂടോടെ വാരി തന്നിട്ടുണ്ട് ഈ കൈകൊണ്ട് കാട്ടില്. ഓടിമറിയുന്ന ലക്ഷ്യത്തിലും ഉന്നമുണ്ടെന്ന് പഠിപ്പിച്ചത് ഈ കണ്ണുകൊണ്ട്. ഒടുവിലങ്ങ് പോകുമ്പോ ഒരു കൈ വെടിയിറച്ചി ഉരുട്ടി പിണ്ടം വെക്കേണ്ടത് എന്റെ കൈകൊണ്ട്. രക്ഷിക്കാൻ ബാധ്യതയും ശിക്ഷിക്കാൻ അധികാരവും നിനക്ക് കൽപ്പിച്ചു തരുന്ന നിന്റെ കരാറുണ്ടല്ലോ, നിന്റെ സബ് കോൺട്രാക്ട് ദൈവവുമായിട്ട്. അത് ഇന്നലെ രാത്രി റദ്ദ് ചെയ്ത് കളഞ്ഞു ദൈവം, മുന്നറിയിപ്പില്ലാതെ, ഏകപക്ഷീയമായിട്ട്. ദൈവത്തിന്റെ വിഡ്രോവൽ നോട്ടീസ് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഫാക്സ് ചെയ്തിട്ടുണ്ട്. കിട്ടും, പക്ഷേ എപ്പോ എന്ന് തീർച്ച പറയാൻ പറ്റില്ല. അതേടാ, അപ്പിച്ചായ്ക്ക് ഒരു ഇളവ് പ്രഖ്യാപിച്ച് ഇന്നലെ രാത്രി ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ I was setting a bait, a trap, and you walked in so bloody innocently. ഒരു എരവച്ച് കെണിയൊരുക്കി വിളിച്ചപ്പോ ഇടം വലം നോക്കാതെ കണ്ണും പൂട്ടി നടന്ന് കയറി ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാൻ, but the worst among the ludicrous, and you proved it. കുറുപ്പേ, ഒരൊറ്റുകാരന്റെ കുപ്പായം കെട്ടിച്ച് കുറുപ്പിനെ അയച്ചത് ഞാൻ തന്നെയാ നിന്റെ കൊട്ടാരത്തിലേക്ക്. എടാ പട്ടി, കൊന്നുകളയും നിന്നെ. കൊല്ലണം നിനക്ക്. കമ്പിളി കണ്ട ജോസ്, അവന്റെ ഭാര്യ, പാവം പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒടുവിൽ വഹൻ. മതിയാവുന്നില്ല നിനക്ക്. എത്ര കൊന്നിട്ടും. കൊന്നു, കൊല്ലിച്ചു ചെയ്തു. Yes, I will.
ഓരോ കണ്ണിയായിട്ട് കൊന്നു തീർക്കുമ്പോ ഒന്ന് നീ ബാക്കി വെച്ചു, നിന്നെ സേതുമാധവനെ. പക്ഷേ വെറും ഒരു കണ്ണി മാത്രമാണ് നീയും നിനക്ക് മുകളിലുള്ളവരുടെ കാഴ്ചയും. And they are coming, your masters, to wipe you off. Yes, ഒരു അന്വേഷണവും ഗോവയിലേക്ക്, കോഡ ബ്രദേഴ്സിലേക്ക്, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നീളാതിരിക്കാൻ ഏത് നിമിഷവും നിന്നെ തേടിയെത്താം. നിന്റെ തലയ്ക്ക് വില പറഞ്ഞുറപ്പിച്ച സംഘം നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ നിന്റെ തല തെറിച്ചു പോകാതെ സംരക്ഷിക്കണം ഞാൻ. ആസ് എൻ ഓഫീസർ ഐ എം ബൗണ്ട് ടു. ആൻഡ് then I'll prove that you are guilty. തെളിയിക്കും നരേന്ദ്രൻ, കൊന്നതും കൊല്ലിച്ചതുമടക്കം ഓരോന്നും ഇഞ്ച് ബൈ ഇഞ്ച്, വിത്ത് ക്ലിഞ്ചിങ് പ്രൂഫ് ആൻഡ് ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ്. ഒരു തോക്കെടുത്ത് നിന്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ കുത്തി ഇറക്കുമ്പോ ഐ എം ബ്ലഡി കോൺഫിഡന്റ്. കൊണ്ടുപോകും നിന്നെ ഒന്നിനും വിട്ടുകൊടുക്കാതെ, ഒടുക്കം വരെ, തുറുങ്കിലടച്ച് തൂക്കുമരത്തിന്റെ ചുവട് വരെ, ഒരു കൊലക്കയർ നിന്റെ ഈ കഴുത്തിൽ ചുറ്റി മുറുകുന്നത് വരെ, നിന്റെ ഒടുക്കത്തം വെട്ടിപ്പു വരെ കൊണ്ടുപോകും നരേന്ദ്രൻ. I'll bloody take you until the gallows. No!